അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പാദവാർഷിക പരീക്ഷ അടുത്ത് വരികയാണ്. അപ്പോൾ അതിനനുയോജ്യമായ ഒരു മോഡൽ പേപ്പറുമായിട്ട് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം. നമ്മൾ 5ാം ക്ലാസ്സിലെ സിലബസ് മാറിയത് കൊണ്ട് തന്നെ പുതുതായിട്ട് ചോദ്യപേപ്പറുകളൊന്നും നിലവിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരു മോഡൽ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ മദ്രസ മലയാളം എന്ന് പറയുന്ന ഒരു ആപ്പ്, നമ്മുടെ ആപ്പ് തന്നെയാണ്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. പാഠഭാഗത്തിൽ തദ്രീബാത്ത്, അതുപോലെ മറ്റു കാര്യങ്ങൾ, മോഡൽ പേപ്പറുകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന ഒരു ആപ്പാണ്. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാകും. ഇനി ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കുക എന്നുള്ളതാണ്. ഇടതു ഭാഗത്ത് കാണുന്ന വാക്കുകൾ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കണം, എടുത്ത് എഴുതി കൊടുക്കണം. 1. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ. തീ കൊണ്ടാണ് ആരെ സൃഷ്ടിച്ചിട്ടുള്ളത്? ജിന്നുകളെയും ശൈത്താന്മാരൊക്കെ. പക്ഷെ നമ്മളോട് യോജിച്ചത് ജിന്നുകൾ എന്ന് എഴുതി കൊടുക്കുക. 2. റിദ്ദത്ത് സംഭവിച്ചയാളാണ്. റിദ്ദത്ത് സംഭവിച്ച ആൾക്ക് പറയുന്ന പേരെന്താണ്? മുർത്തദ് എന്നാണ്. മുർത്തദ്. 3. ദുർമാർഗികളെ. ദുർമാർഗികളായ ആളുകളെ എന്ത് ചെയ്യരുത്? അനുകരിക്കരുത്. 4. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കൽ. അതിന് പറയുന്ന പേരെന്താണ്? അള്ളാഹിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കൽ, അതിനാണ് ഇഖ്ലാസ്. ഉന്നതമായ ഇഖ്ലാസാണ് അത്. 5. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവർ. ആരാണ്? ശൈത്താന്മാർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം മുഴുവനായി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. 1. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. 2. സഹ്ലുബ്നു ഹൻളലിയ എന്ന പേരുള്ള ഒരു സ്വഹാബി ഡാഷ് ജീവിച്ചിരുന്നു. അവിടെ വിട്ടുപോയത് ഡമസ്കസിൽ എന്നാണ്. ഡമസ്കസിൽ ജീവിച്ചിരുന്നു. ഇനി മൂന്നാമത്തത്, മുർത്തദ് ആയാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും ഡാഷ്, എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളിലേക്കും കൂടിയുള്ള ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളിലേക്കും കൂടിയുള്ള പ്രവാചകരാണ്. 5. അഖ്ലിസ് വദാ അൻ ഡാഷ് ഇല്ല തഖറുബ മിൻ ഇലാഹിക. ഇത് 1ാമത്തെ പാഠത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ള ഈ അറബി വാക്കിൻ്റെ അർത്ഥം അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മദ്രസ മലയാളം എന്നുള്ള ആപ്പിലുണ്ടാകും കേട്ടോ. എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പാഠഭാഗത്തിലെ തദ്രീബാത്തും ചോദ്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മുഴുവനായിട്ട് ഒറ്റൊന്നും വിടാതെ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കാം. അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതുക എന്നുള്ളത്. 1. പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആര്? പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? ഇബിലീസ്. 2. കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏത്? അത് റിദ്ദത്താണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച വേഷവിധാനം ഏതാണ്? സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും. ഇനി 4. ഒരു തെറ്റ് സംഭവിച്ചാൽ നാം ഉടനെ തന്നെ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് അറിയാതെ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ എന്ത് ചെയ്യണം? ഉടനെ നല്ല പ്രവൃത്തി ചെയ്യണം. ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. ഇനി 5. ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ ദിവസവും രാത്രി ഓതേണ്ട സൂറത്ത് ഏതാണത്? സൂറത്തുൽ വാഖിയ പതിവാക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം.
ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. 1. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഇത് ശരി തന്നെയാണ്. 2. പുരുഷൻ പട്ട്, സ്വർണം എന്നിവ ധരിക്കരുത്. ശരിയാണോ തെറ്റാണോ? ശരി തന്നെയാണ്. രണ്ടും പുരുഷന്മാർക്ക് ഹറാമാണ്. 3. മുർത്തദ് ആയവൻ ഉടൻ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമില്ല. ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. തിരിച്ചു മടങ്ങൽ നിർബന്ധമാണ്. ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു മടങ്ങണം. 4. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം. ആണോ? ഇത് ശരിയാണ്. അപ്പോൾ ശരിയിട്ട് കൊടുക്കാം. ഇനി അടുത്ത പ്രവർത്തനമാണ് 2 വീതം എഴുതുക എന്നുള്ള പ്രവർത്തനം. 1. രിദ്ദത്തിൻ്റെ കാരണങ്ങൾ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങൾ കുറേ പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. 1. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനെ അല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ ഫർള് നിസ്കാരം പോലെയുള്ള കാര്യങ്ങളെ നിഷേധിക്കുക, വിവാഹം, കച്ചവടം പോലെയുള്ള ഇസ്ലാമിൽ ഹലാലായ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുക. അതുപോലെ വ്യഭിചാരം, മദ്യപാനം പോലെയുള്ള ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാണെന്ന് പറയൽ, മുസ്ലിമിനെ കാഫിറാക്കൽ, ശർഈയായ ഇൽമുകൾ എഴുതപ്പെട്ടതിനെ മാലിന്യത്തിൽ ഇടൽ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളാണ്. അതായത് രിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. 2. വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: 1. വസ്ത്രം ഔറത്ത് മറയുന്നതായിരിക്കണം. 2. വൃത്തിയുള്ളതായിരിക്കണം. മറ്റൊന്ന്, ദുർമാർഗികളെ അനുകരിച്ചുള്ള വസ്ത്രമായിരിക്കരുത്. അതുപോലെ സ്ത്രീയാണെങ്കിൽ തലമുടി കളയരുത്. അത് വേണ്ട, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. മറ്റൊന്ന്, അവയവങ്ങളുടെ ആകൃതിയും അളവും പ്രകടമാകുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കരുത്. പിന്നീട് പുരുഷന്മാർ ഞെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം ധരിക്കരുത്. അതുപോലെ പുരുഷൻ പട്ട്, സ്വർണം, വെള്ളി എന്നിവ ധരിക്കരുത്. അവിടെ പുരുഷൻ പട്ട് ധരിക്കരുത് എന്ന് പറഞ്ഞാൽ മതി. വസ്ത്രത്തിൻ്റെ കാര്യമായതുകൊണ്ട് പുരുഷൻ പട്ട് ധരിക്കരുത്. അതുപോലെ പുരുഷവേഷം സ്ത്രീയും സ്ത്രീവേഷം പുരുഷനും അണിയരുത്. ഇതൊക്കെ വേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 3. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ 8 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 1. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക. 2. അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ, അറിവ് ലഭിക്കും. 3. പ്രയാസങ്ങൾ നീങ്ങൽ. 4. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഉപജീവനം ലഭ്യമാവൽ. 5. ഇഹലോകത്തും പരലോകത്തും ആദരവ് ലഭിക്കൽ. 6. പാപമോചനം നേടൽ. 7. നരകമോചനം നേടൽ. 8. സ്വർഗപ്രവേശനം ലഭിക്കൽ. ഇപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ഇവിടെ എഴുതിയാൽ മതിയാകും. ഈ 2 പ്രവർത്തനമാണെങ്കിൽ ഏതെങ്കിലും 2 എഴുതിയാകും. ഇനി 4. ജിന്നുകളുടെ സവിശേഷതകൾ. ജിന്ന് എന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ. അള്ളാഹു തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ. അതുപോലെ തന്നെ അവർക്ക് ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും. 3. ഭക്ഷണം, അവർ ഭക്ഷണം കഴിക്കും. മറ്റൊന്ന്, എത്ര പ്രയാസമുള്ള ജോലികളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ അവരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അവരും വിവാഹം കഴിക്കുന്നവരാണ്. അവരും സന്താനങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർക്ക് നമ്മെ കാണാൻ കഴിയും, നമുക്കവരെ കാണാൻ കഴിയില്ല. ഇത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ ജിന്നുകളിൽപ്പെട്ട അവരുടെ വിശേഷങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കുക എന്നത്. 1. രിദ്ദത്ത്. എന്താണ് രിദ്ദത്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഈ പേപ്പറിലുണ്ട് കേട്ടോ. രിദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതല്ലെങ്കിൽ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് രിദ്ദത്ത് എന്ന് പറയും.
രണ്ടാമത്തെ ചോദ്യം, തഖ്വ എന്തിനാണ് തഖ്വ എന്നുകൊണ്ടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയാം. 3. ഇഖ്ലാസ്. മൊത്തത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. പിന്നെ ഇഖ്ലാസിൽ തന്നെ 3 തരത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ 3-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണെന്ന് 1, 2, 3 പറയുന്നുണ്ട്. അതിൽ 3-ാമത്തെ ഇഖ്ലാസ് ഏതാണ്? അത് ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യലാണ്. അതാണ് 3-ാമത്തെ ഇഖ്ലാസ്. അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കുക. ഇവിടെ കൊടുത്തത് ക്രമത്തിൽ എഴുതണം. മദാറു, തഖ്വ, സആദത്തി, കുല്ലി, അൽ ഇലാഹി. ഇതിൽ ഫസ്റ്റ് വരേണ്ട ഏതാണ്? മദാറു, തഖ്വ. തഖ്വ, പിന്നെ അൽ ഇലാഹി, പിന്നെ മദാറു, പിന്നെ കുല്ലി, പിന്നെ സആദത്തി. 2. ശരി വത്തിബാഉ റഅ്സു ഹിബായിലൻ അഹുവ. ക്രമത്തിലാക്കുമ്പോൾ വത്തിബാഉ ഫസ്റ്റ് ഇതാണ് വരേണ്ടത്. പിന്നെ അഹുവ എന്നതാണ് സെക്കൻഡ്. പിന്നെ റഅ്സു 3-ാമത്. പിന്നെ ശരി 4-ാമത്തത്. പിന്നെ ഹിബായിലൻ എന്നുള്ളത് 5-ാമത്തത്. അടുത്ത പ്രവർത്തനം പൂരിപ്പിച്ച ആശയം എഴുതുക. ഇന്ന ശൈത്താന ഡാഷ് മുബീനൻ. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വം മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. 2. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഡാഷ്. അവിടെ പൂരിപ്പിച്ചു കൊടുക്കുകയും അതോടുകൂടെ അതിൻ്റെ അർത്ഥം എഴുതുകയും ചെയ്യണം. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അവസാനത്തത് 3-ാമത്തത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഡാഷ് ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ 5-ലെ എല്ലാ ചോദ്യങ്ങളും അവസാനിച്ചു. ഈ ചോദ്യപേപ്പർ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവനായിട്ടും, അതായത് ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ 4 പാഠങ്ങളിലെ മുഴുവനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 45 മാർക്കെങ്കിലും വാങ്ങാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.